നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, എങ്കിലും ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആരും പൊങ്കാലിടാൻ വരരുത്. അതായത് പുരുഷന്മാരെക്കാൾ കൂടുതൽ പല കാര്യങ്ങളും സ്ത്രീകൾ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതിൽ ഏതൊക്കെയാണെന്ന് ഞാൻ ഓരോന്നായിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് വൺ, ഭക്ഷണ കാര്യത്തിൽ ഒരു പുരുഷൻ കഴിക്കുന്നതിൻ്റെ 2 ഇരട്ടി ഭക്ഷണം സ്ത്രീകൾ കഴിക്കും. അത് സത്യമായിട്ടുള്ള കാര്യമല്ലേ? നമ്മളെപ്പോഴും വീട്ടിൽ ഇരിക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ കോഴികൾ കൊത്തിപ്പെറുക്കി തിന്നുകൊണ്ടിരിക്കത്തില്ലേ? പുരുഷന്മാരാണെങ്കിൽ ആ കൃത്യസമയത്ത് മാത്രമല്ലേ അവർ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. പിന്നെ ബുദ്ധിയുടെ കാര്യത്തിൽ പറഞ്ഞാൽ കുരുട്ടു ബുദ്ധിയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നേ നിൽക്കുന്ന സ്ത്രീകളാണ്. അത് നമ്മുടെ പല അനുഭവങ്ങളിൽ നിന്ന് നമുക്കറിയാം. ഞാൻ ഓരോന്ന് എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ സാഹസത്തിൻ്റെ കാര്യത്തിൽ ഒരു സാഹസികത കാണിക്കാൻ എപ്പോഴും ഒരു പുരുഷന്മാർ മടിച്ചു നിന്നാലും സ്ത്രീകൾ അത് മുന്നിട്ടിറങ്ങും. അത് നമ്മൾ പല പല കാര്യങ്ങളും നമ്മളത് വായിച്ചറിഞ്ഞിട്ടുണ്ട്, കണ്ടറിഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട്. സ്ത്രീകളുടെ ഉള്ളിൽ അണഞ്ഞു കിടക്കുന്ന, അതായത് പുറത്തെടുക്കാതെ കിടക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട്. അതൊന്നും ഇവർ പുറത്തെടുക്കുന്നില്ല. ഒരുപക്ഷെ പുറത്തെടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതാകാം, അല്ലെന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും പല പല കാരണങ്ങളുണ്ടല്ലോ നമ്മുടെ കഴിവുകൾ നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റാത്തത്. ഇപ്പം നമുക്ക് എത്ര പേര് ഗായകരുണ്ട്, അവരുടെയൊക്കെ കലാപരമായിട്ടുള്ള കഴിവ് തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? ഓരോരുത്തരുടെയും പാട്ടുകൾ കേട്ടും അവർ ഓരോ പ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടല്ലേ. പിന്നെ വേറൊരു കാര്യത്തിൽ ഉണ്ട്, ആദ്യം ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല. അങ്ങനെ പല പല കാര്യത്തിലുണ്ട്. ഇപ്പം ഞാൻ ബുദ്ധിയുടെ കാര്യത്തിൽ ഞാൻ പറയാം. നമ്മളൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ ഹസ്ബൻഡിൻ്റെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് നേരത്തെ വല്ല ലൈനൊക്കെ ഉണ്ടായിരുന്നു? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാഭാവികമായിട്ടും എല്ലാ പെണ്ണുങ്ങളുടെ ഒരു ക്യൂരിയോസിറ്റിയാണ് അത് അറിയാനായിട്ട്. അപ്പം പാവം ഭർത്താവ് പറയും, അവരുണ്ടെങ്കിൽ പറയും, ഞാൻ പഠിച്ചുകൊണ്ടൊക്കെ ഇരുന്ന കാലത്ത് അടുത്ത വീട്ടിലെ കുട്ടിയൊക്കെ ആയിട്ട് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഞാൻ വല്ലപ്പോഴും ഒക്കെ ഞങ്ങളും തമ്മിൽ കാണും, പഠിച്ചുകൊണ്ടിരുന്നതല്ലേ, എൻ്റെ ജൂനിയറായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതാ എന്ന് പറയും. ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞ് അന്നേരം കേൾക്കാൻ ഭയങ്കര ആകാംക്ഷയാണ് നമുക്ക്. അപ്പോൾ ഇവളോട് ചോദിക്കുക, നിനക്ക് വല്ലവരും ഉണ്ടോ? ഞാൻ ആരുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. ഞാൻ ആദ്യം കാണുന്ന നിങ്ങളുടെ മുഖം, അതിന് മുന്നിൽ ഞാൻ ഒരു പുരുഷൻ്റെ മുഖം കണ്ടിട്ടേ ഇല്ല. ഒരു 15 ലൈൻ കഴിഞ്ഞിട്ടായിരിക്കും ഈ പറയുന്നതെന്ന് ഓർത്തോണം. പാവപ്പെട്ട ഭർത്താവ് തന്നെ, അയാൾക്ക് ആകപ്പാടി ഒരു ലൈനൊന്ന് കണ്ടിട്ട് ഉള്ളതായിരിക്കും, കൂടുതൽ ഒരു ബന്ധവും കാണുകയില്ല. വീണ്ടും പറഞ്ഞ് ആ പെൺകുട്ടി എങ്ങനെയാണ് ഇരിക്കുന്നത്? അപ്പം ഇയാളിങ്ങനെ ആലോചിക്കും അതിനെക്കുറിച്ച് എന്താ പറയുന്നത്. അപ്പോൾ പറയും, അവളുടെ പിരിയത്തിൻ്റെ ഇവിടെ ഒരു മറുകുണ്ട്, ഒരു വലിയ മുറി, പിന്നെ നല്ല ചുരുള മുടി, ഇഷ്ടംപോലെ നല്ല മുടി ഉണ്ടായിരുന്നു. ഇങ്ങനെ 2-3 അടയാളങ്ങളൊക്കെ പറയും. ഇത് ഇവളുടെ മനസ്സിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് അവർക്കും കുട്ടികളായി ഇവർക്കും കുട്ടികളായി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരുടെ മനസ്സിലുണ്ട് ആ രൂപം, അയാൾ പറഞ്ഞ കാമുകിയുടെ രൂപം മനസ്സിൽ കിടക്കും. കാരണം ഓർത്താണ് ആ ബുദ്ധിയുടെ എത്രമാത്രമാണ്. പിന്നെ എവിടെയെങ്കിലും ആൾക്കൂട്ടത്തിൽ വെച്ച് നമ്മൾ എവിടെയെങ്കിലും വെക്കുമ്പോഴായിരിക്കും പണ്ട് പറഞ്ഞ് ഈ പെണ്ണിനെ എവിടെയെങ്കിലും വെച്ചൊന്ന് കാണുന്നത്. ഉടനെ അയാൾ ഭർത്താവുമായിട്ട് പോകുമ്പോഴായിരിക്കും ഈ കാണുന്നത്. അതും ഇയാളത് മറന്നേ പോയി കാണും, ആ പെൺകുട്ടി അത് മറന്നുപോയി കാണും. ഉടനെ ഈ സ്വന്തം ഭാര്യയുടെ മനസ്സിൽ അത് ജീവിച്ചിരിക്കുക എപ്പോഴും. ഉടനെ ചേട്ടാ ഇതേണ്ട ഇപ്പം ചോദിക്കും, എന്തുവാ ഇതേ പണ്ടത്തെ എന്ത്? അതെ, നെറ്റിയെ മറുക, പുരികത്തിൻ്റെ അവിടെ മറുവോ? എന്തു മറുക? അല്ല ചേട്ടൻ്റെ പണ്ടത്തെ, എൻ്റെ പണ്ടത്തെ ആ ലൈനുണ്ടല്ലോ, അതേണ്ട അവിടെ നിൽപ്പുണ്ട്. അപ്പോഴാണ് അയാൾ ഇത് കാണുന്നത്, ഇങ്ങനെ ഒരു കാര്യം ഓർക്കുന്നതും. ഉടനെ അയാൾ നോക്കും, അയാൾ കാണുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും പഴയ കളിക്കൂട്ടുകാരി അല്ലെ പണ്ട് അയൽവക്കത്ത് താമസിച്ച അല്ലെ എന്തായാലും ആയിക്കോട്ടെ ഒരു ചെറിയ സ്നേഹബന്ധം, ഇതിൻ്റെ പുറത്ത് ഓടിപ്പോയി അതിനോട് മിണ്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേരും അന്നേരമായിരിക്കും വർഷങ്ങൾ കൂടി കാണുന്നത്. ഇതെല്ലാം ഇവൾ ക്യാമറ കണ്ണ് വെച്ച് നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വെറുതെ അല്ല, ഇന്ന് നല്ല പാൻറ്റും നല്ല ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് പോയപ്പോഴേ മുൻകൂട്ടി നിങ്ങൾ പറഞ്ഞു വെച്ചതാണോ? ആ പാവത്താൻ അത് ജീവിതത്തിൽ ഓർത്ത കാര്യം പോലും ആയിരിക്കും. ഇങ്ങനെ ഒരു പെണ്ണിനെ വീണ്ടും ഇവളെ കാണുമെന്നോ ഒന്നും ഓർത്ത് കാണില്ല. പക്ഷേ ഈ സ്വന്തം ഭാര്യയാണ് കാണിച്ചു കൊടുത്തതും മിണ്ടിപ്പിച്ചതും അല്ല. എന്നിട്ട് ഏറ്റവും അതിനെ അടിക്കാനുള്ളൊരു വടിയാക്കി വെക്കും. ഇത് പെണ്ണിൻ്റെ ഒരു ചെറിയ നമ്പർ. ഇനി ഇതുപോലെ ഒരുപാട് കലാപരിപാടികൾ സ്ത്രീകളുടെ കയ്യിലുണ്ട്. പിന്നെ വേറൊരു കാര്യം ഇങ്ങനെ പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ കുട്ടി ചെറിയ കുട്ടിയാണെന്ന് വെച്ചോ, ഏതെങ്കിലും കളിച്ച് കിണറ്റിലോട്ടെങ്ങാനും വീണു,
ഭാര്യയും ഭർത്താവും അടുത്ത് നിൽപ്പുണ്ട്. പക്ഷെ അന്നേരം ഭർത്താവ് എന്ത് ചെയ്യും? എന്ത് ചെയ്യലും അതിനെ രക്ഷിക്കാനുള്ള മാർഗം തേടുന്ന സമയത്ത് ഈ പെണ്ണെന്നാ ചെയ്യുന്നത്? എടുത്തു ചാടും, മറ്റൊന്നും ഇവൾ ചിന്തിക്കത്തില്ല. കുഞ്ഞിനെ രക്ഷിക്കുക, അത് മാത്രമാണ് ഒരു ചിന്തയുള്ളത്. രക്ഷിക്കാൻ വേണ്ടി അപ്പോഴേ കിണറ്റിലോട്ട് എടുത്തു ചാടിക്കഴിഞ്ഞാണ് ഇവൾ പിന്നീടുള്ള കുഞ്ഞിൻ്റെ ആത്മരക്ഷ. അത് മാത്രം, അതാണ് സാഹസത്തിൽ മുന്നിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ. ഒരു അവസരം വന്നു കഴിഞ്ഞാൽ സ്വന്തം ജീവനോ ജീവിതമോ നോക്കാതെ ഒരു സ്ത്രീ അത് ചെയ്തിരിക്കും. പിന്നെ അതുപോലെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ഇവരെ രണ്ടുപേരെയും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ, അതുപോലെ നല്ല ബുദ്ധി. ഒരു കാര്യം പെട്ടെന്നൊരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ആണുങ്ങളൊന്നുകൂടെ ആലോചിച്ച് കഴിയുമ്പോഴത്തേനും. പക്ഷേ പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അതിനും ഒരു ചിലപ്പോൾ ഇങ്ങനെ എന്തോ പറയുന്ന ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്ന ഒരു പ്രശ്നമായിരിക്കും. ഇതിന് ഇയാൾ ഈ കെട്ടെല്ലാം അഴിച്ചഴിച്ച് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ താമസം എടുക്കുന്നത് ഈസി ആയിട്ട് ഇത് അങ്ങനെ അങ്ങ് ചെയ്താൽ പോരെ, അത്രയല്ലേ ഉള്ളൂ കാര്യം. അത് ചിന്തിച്ച് നോക്കുമ്പോൾ ശരിയായിരിക്കും. പക്ഷേ ഇയാളിങ്ങനെ കൂടുതൽ നീറ്റായിട്ടുള്ള വഴി കൂടെ ആയിരിക്കും ഈ മനുഷ്യൻ ചിന്തിച്ച് വന്നത്. പക്ഷേ ഇവള് കുരുട്ടുബുദ്ധി വഴി ചിന്തിച്ച് പെട്ടെന്ന് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും. പക്ഷെ അത് നല്ല രീതിയിൽ വിജയിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ പല കാര്യങ്ങളിൽ. പിന്നെ ബുദ്ധി കൊണ്ട് ശക്തി കൊണ്ട് പക്ഷേ ഒരിക്കലും ഒരു പുരുഷനെ ഒരു സ്ത്രീക്ക് തോൽപ്പിക്കാൻ പറ്റത്തില്ല. ശക്തിയുടെ കാര്യത്തിൽ എപ്പോഴും ഒരു പുരുഷൻ തന്നെയാണ്. നാക്കിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു പുരുഷനെ നാക്കുകൊണ്ട് തോൽപ്പിക്കാൻ ഒരു പെണ്ണിന് കഴിയും. പക്ഷെ അവനൊരിക്കലും ഒരു പരിധി കൂടുതൽ സംസാരിക്കുകയല്ല ആണുങ്ങൾ. അതറിയാതെ അത് അവരുടെ ആ അന്തസ്സാണ്. ഈ കരയും കടലും പോലെയാണ് പെണ്ണിനെയാണ് ഞാൻ കവികൾ പോലും പറഞ്ഞിരിക്കുന്നത്. കാരണം എപ്പോഴും ഈ കടലിന് ഒരു സ്ത്രീയോടും കരയെ ആണിനോടുമാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കടലോ ഒരു പാടുണ്ട്, കരയോ നല്ലൊരു മണവാളൻ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടില്ലേ. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ തിരകൾ കണ്ടിട്ടുണ്ടോ? ഓടി തിരകൾ വരുന്നത് ഈ തീരത്തിലേക്കാണ്. ഓടി വന്ന് തീരത്തെ എടുത്തുകൊണ്ട് അങ്ങ് പോവുക കടലിലേക്ക്. പിന്നെ തിരിച്ചതുപോലെ കൊണ്ട് കരയിലേക്ക് അടുപ്പിക്കും. അതേസമയം ഒരിക്കലെങ്കിലും തീരം ഇറങ്ങി കടലിൻ്റെ അടുത്തോട്ട് പോയി കണ്ടിട്ടുണ്ടോ? ഒരിക്കലും പോകില്ല. എപ്പോഴും ഏതൊരു കാര്യത്തിനും മുന്നിൽ നിൽക്കുന്ന സ്ത്രീകളാണ്. ഒരിക്കൽ പോലും ഒരു തീരം ഇറങ്ങി കടലിലേക്ക് ചെല്ലുന്നില്ല. മണലെല്ലാം കൂടെ ഇറങ്ങിപ്പോയില്ല. അഥവാ അങ്ങനെ ഇറങ്ങിപ്പോകണമെങ്കിൽ സുനാമി വന്ന് അടിച്ചെടുത്തോണ്ട് പോകണം. പക്ഷെ അങ്ങനെയല്ല, എപ്പോഴും ഏതൊരു കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ നല്ലതും ചീത്തയുണ്ട് കേട്ടോ. ഒരുപോലെ നമ്മൾ ഒരു ഭർത്താവല്ല ഭാര്യ, ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഒരു ഭർത്താവാണ് മരിച്ച് പോകുന്നതെങ്കിൽ 2 കുട്ടികളും ഉണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ആ കുട്ടിയെ ശരിയായ രീതിയിൽ വളർത്താൻ പറ്റത്തില്ല. ഒരു അമ്മയുടെ സാമീപ്യമില്ല, അല്ലെങ്കിൽ സ്ത്രീയുടെ സാമീപ്യം ഇല്ലാതെ ആ കുട്ടിയെ ഒരിക്കലും വളർത്തും. പക്ഷെ ആ നേരെ ചൊവ്വേ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റത്തില്ല. അതേസമയം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് 1 അല്ല 10 പിള്ളേരെ വേണേലും നല്ല രീതിയിൽ വളർത്തിയെടുക്കുക. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായാൽ പോലും നല്ല രീതിയിൽ നല്ല കഴിവോടുകൂടി വളർത്തിയെടുക്കാൻ സ്ത്രീകളെ കൊണ്ട് പറ്റും. ഒറ്റപ്പെട്ടു പോകുന്ന ഭർത്താക്കന്മാരെല്ലാം അവരൊരു അന്തർമുഖരായിട്ട് മാറുമല്ലേ ചെയ്യുന്നത്. അതേസമയം സ്ത്രീകളല്ലേ എവിടെ ഇടിച്ചു കയറി അവരെങ്ങനെയും ജീവിക്കാൻ നോക്കും. അതൊക്കെയാണ് ഒരു സ്ത്രീയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു. ഒരുപാട് കഴിവുകൾ നമ്മളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ. അതെല്ലാവരും പുറത്തെടുക്കണം. ഇങ്ങനെ പുറത്തെടുക്കാതെ ഒളിച്ചൊളിച്ച് ആരും ഇരിക്കരുത്. നമ്മുടെ ബുദ്ധിയും എല്ലാം ഇങ്ങ് പോരട്ടെന്നേ. അതിൻ്റെ കൂടെ ഭക്ഷണം കിട്ടുന്നതെല്ലാം അങ്ങ് വാരി തിന്നു. പിന്നെ നാളെ കൊളസ്ട്രോൾ ഷുഗർ ഉണ്ടായെന്നും പറഞ്ഞ് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം തിന്നാൻ പറ്റുമ്പോഴല്ലേ തിന്നാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കഴിച്ചോ കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മൾ ആരും ഇങ്ങനെ നമുക്ക് കഴിവില്ല, എനിക്ക് ഒന്നേക്കൊണ്ട് പറ്റത്തില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചിന്തിച്ചൊരിക്കലും ഇരിക്കരുത്. നമ്മളിൽ ഒരുപാട് കഴിവുകൾ, ഈ തല നിറയെ ഇങ്ങനെ കഴിവുകൾ കിടക്കും. അപ്പം നമ്മൾ ചെറുതായിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ ചകഞ്ഞ് നോക്കണം ഇടയ്ക്ക്. അപ്പോൾ അതിൽ നിന്ന് ഓരോന്ന് നമുക്ക് തെളിഞ്ഞു കിട്ടും. എന്നിട്ട് അതെടുത്ത് പ്രയോഗിക്കുക. അത് ആരുടെ നേരെ പ്രയോഗിച്ചാലും വേണ്ടുകയില്ല, നല്ല കാര്യത്തിനായിരിക്കണം എന്ന് മാത്രം. ഓക്കെ ഞങ്ങൾ ഒരുപാട് കത്തി വയ്ക്കുന്നില്ല. ഓക്കെ, നമുക്ക് ഇനിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വേറൊരു ദിവസം വരാം. ഓക്കെ, ബൈ, സീ യു.